ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. മുത്തശ്ശിയാണ് മുത്തശ്ശൻ്റെ അടുത്ത് പറയുകയാണ് ഇപ്പോൾ ഒരാളുടെ മുഖത്ത് നല്ല തെളിച്ചമുണ്ടല്ലോ എന്ന്. അപ്പോൾ മുത്തശ്ശനും പറയുകയാണ് നിൻ്റെ മുഖം അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഈ വീട്ടിൽ ഇപ്പോൾ നയനമോൾ വന്നതിന് ശേഷം നല്ല തെളിച്ചമൊക്കെ ഉണ്ട്. നമ്മളുടെയൊക്കെ മനസ്സറിഞ്ഞിട്ടായിരിക്കും ദേവയാനി നയനമോളെ വിളിച്ചുകൊണ്ട് വന്നതെന്ന്. ദേവേനി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ പറയാണ് പറഞ്ഞ് നാവെടുത്തില്ല, അതിന് മുമ്പ് ആളെത്തിയല്ലോ എന്ന്. അപ്പോൾ ദേവേനി ചോദിക്കണേ എന്താ അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ടിരുന്നത്? അത് മരുമകളെ പോയി നീ വിളിച്ചുകൊണ്ട് വന്നില്ലോ, നൈനയെ കൊണ്ടുവന്നല്ലോ, ആ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്. മരുമകളെ കൊണ്ടുവന്നാൽ മാത്രം പോരെ, മരുമകളെ സ്നേഹിക്കുക കൂടെ ചെയ്യണമെന്നിങ്ങനെ പറയുമ്പോൾ ദേവേനി പറയുകയാണ് നൈനയുടെ കാര്യം ശ്രദ്ധിക്കാൻ ഇവിടെ എല്ലാവർക്കും സമയമുണ്ട്, ബാക്കി രണ്ടുപേരുടെ കാര്യം ശ്രദ്ധിക്കാൻ ഇവിടെ ആർക്കും സമയമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് നീ ആരുടെ കാര്യമാണ് പറയുന്നതെന്ന്. അപ്പോൾ ദേവേനി പറയുകയാണ് ഞാൻ വേറെ ആരുടെയും കാര്യമല്ല പറഞ്ഞ് അനിയുടെയും അനാമികയുടെയും കാര്യം തന്നെയാണ് പറഞ്ഞതെന്ന്. ആണെങ്കിൽ ഇപ്പോഴും അനാമികയുടെ അടുത്ത് താല്പര്യമൊന്നുമില്ല, അവരുടെ ബന്ധം അധികകാലമൊന്നും മുന്നോട്ട് പോകത്തില്ല, അത് കണ്ടു നിൽക്കാൻ എനിക്ക് സഹിക്കാനും പറ്റത്തില്ല എന്ന് ദേവേനി പറയുകയാണ്. ആദർശൻ പറയുന്നുണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽക്ക് എനിക്ക് എന്നെ പേടിയുണ്ടെങ്കിലും പക്ഷേ നീയും ആദർശം പറയുന്നതൊന്നും അവൻ കേൾക്കാതെ ഇരിക്കില്ല, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ അവൻ എല്ലാ കാര്യവും അനുസരിക്കും, അതുകൊണ്ട് ദേവയാനി തന്നെ അവനെ ഉപദേശിച്ച് മാറ്റിയെടുക്കണമെന്ന്. ഈ ഉപദേശിച്ച് മാറ്റിയെടുക്കാൻ ദേവയാനി തന്നെയാണ് നല്ലതെന്ന് മുത്തശ്ശൻ പറയുകയാണ്. അതിനുശേഷം മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടായാൽ പിണങ്ങിപ്പോയി അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് നല്ല കാര്യമൊന്നും അല്ല. ഇവിടെ നിന്ന് പിണങ്ങിപ്പോയാൽ അവിടെ കൂട്ടി നിൽക്കാൻ അവിടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, അത് അറിഞ്ഞുകൊണ്ടാണല്ലോ അനാമിക അവളുടെ വീട്ടിലേക്ക് പോകുന്നത്. അവളെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുകയാണ് അവളുടെ അച്ഛനും അമ്മയെന്ന്. അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ ദേവയാനി ഉപദേശിക്കണമെന്നൊക്കെ പറയുകയാണേ മുത്തശ്ശൻ. എന്നിട്ട് മുത്തശ്ശൻ ദേവയാനിയുടെ അടുത്ത് ചോദിക്കുകയാണ് നീ നോക്കിയപ്പോൾ അനിയുടെ ഭാഗത്താണോ അനാമികയുടെ ഭാഗത്താണോ തെറ്റ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണ് ഞാൻ നോക്കിയപ്പോൾ അനിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് കണ്ടതെന്ന്. ദേവയാനി അവിടെ നിന്ന് പോകുകയാണ്. അതിനുശേഷം മുത്തശ്ശനും മുത്തശ്ശിയും കൂടി പറയുകയാണ്. മുത്തശ്ശി പറയുകയാണ് നവ്യയുടെ 7ാം മാസ ചടങ്ങിന് നന്ദു വന്നപ്പോൾ അനിയും നന്ദുവും കൂടി മാറി നിന്ന് ഒരുപാട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു എന്ന്. മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു ആ കാര്യം ഞാനും ശ്രദ്ധിച്ചിരുന്നു, നന്ദുവിനും അനിക്കും ഇപ്പോഴും അവരുടെ ഉള്ളിനുള്ളിൽ ആ സ്നേഹം നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നുവെന്ന്. അതുകൊണ്ട് അനാമിക മോളിങ്ങനെ കാണിക്കുന്നതിൽ അനാമികയെ നമുക്ക് തെറ്റി പറയാനും പറ്റത്തില്ല എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നതിന് ശേഷം പിന്നീട് അനിയനെയാണ് കാണിക്കുന്നത്. അനിയാണെങ്കിൽ നന്ദുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ദേവയാനി അനിയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ടാണെങ്കിൽ അനിയുടെ അടുത്ത് ചോദിക്കുകയാണ് മോനെ നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലേ അനാമിക മോളെ വിഷമിപ്പിക്കരുത് എന്ന്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ എന്ത് ചെയ്തെന്നാ വലിയമ്മ ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ് മോനിപ്പോൾ അനാമിക മോളെ സ്നേഹിക്കുന്നൊന്നും ഇല്ലല്ലോ എന്ന് ഓരോന്ന് പറഞ്ഞ് ദേവയാനി ഉപദേശിക്കുകയാണ്. അപ്പോൾ അനി പറയുകയാണ് അവളെ സ്നേഹിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല, അവൾക്ക് ഈ വീട്ടിലെ മരുമകളായിട്ട് തുടർന്നാൽ മാത്രം മതി. അതുപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയ്ക്കും അനന്തപുരിയിൽ സ്വന്തക്കാരാണെന്ന് പറഞ്ഞ് മേനി പറഞ്ഞ് നടക്കണം, അല്ലാതെ എൻ്റെ അടുത്ത് ഒരു താല്പര്യം ഇല്ല എന്ന്. ഞാൻ സ്നേഹിച്ചാലും അവൾ എന്നെ തിരിച്ച് സ്നേഹിക്കുകയെന്നില്ല, അവൾക്ക് ആരോടും സ്നേഹമൊന്നുമില്ല വലിയമ്മയെന്നിങ്ങനെ അനി പറയുകയാണേ. ദേവയാനി പറയണേ അങ്ങനെയൊന്നുമില്ല, അനാമിക മോളെ നീ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇരട്ടി സ്നേഹം നിനക്ക് തിരിച്ചു തരും എന്നിങ്ങനെ പറയുമ്പോൾ അനിയാണെങ്കിൽ അതൊന്നും സമ്മതിക്കുന്നില്ല, അങ്ങനെയൊന്നുമില്ല വലിയമ്മയെന്ന് വീണ്ടും പറയുകയാണേ. അവൾക്ക് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല, കല്യാണത്തിന് മുമ്പേ അവളുടെ സ്വഭാവമൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞുവെന്ന്. അമ്മയും വലിയമ്മയും കൂടി അവൾ എൻ്റെ തലയിൽ കെട്ടി വെച്ചതാണ്, അതോടുകൂടി എൻ്റെ എല്ലാ സന്തോഷവും സമാധാനവും പോയി കിട്ടിയെന്ന്. മുത്തശ്ശനാണെങ്കിലും പറഞ്ഞില്ല അവളുടെ അച്ഛന് വാക്ക് കൊടുത്തു എന്ന്, അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും വഴങ്ങി തന്നതാണ് എന്ന്. വിവാഹത്തിന് സമ്മതിച്ചതിന് ശേഷമാണ് എൻ്റെ ഉള്ള സമാധാനം അത്രയും പോയി കിട്ടിയെന്ന്. എന്നിട്ട് വലിയമ്മ ഇപ്പോഴും ഏട്ടത്തിനെ വെറുക്കുന്നുണ്ടല്ലോ. വലിയമ്മ നമ്മുടെ വീട്ടിൽ വരാൻ അർഹതപ്പെട്ട ആൾ തന്നെയാണ് നമ്മുടെ നയനേട്ടത്തി, അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന്. നയനേട്ടത്തി എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകും നമ്മുടെ കുടുംബത്തെ, പക്ഷേ അനാമികയ്ക്ക് അങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹവുമില്ല, അവൾ അങ്ങനെ അതിൽ താല്പര്യവും കാണിക്കത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അനിയാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ്. ആദർശിനെയും ജയനെയും ആണ് കാണിക്കുന്നത്. ജയൻ്റെ അടുത്ത് ആദർശി ചോദിക്കുകയാണ് ഇപ്പോഴത്തെ അമ്മയുടെ സ്വഭാവത്തിൽ അച്ഛൻ എന്തെങ്കിലും മാറ്റം തോന്നിയിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് ആദർശി പറയണേ നല്ല മാറ്റം എനിക്ക് തോന്നുന്നുണ്ട് അമ്മയുടെ സ്വഭാവത്തിൽ എന്ന്. നൈന വീട്ടിലേക്ക് പോയാൽ എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് ഉറക്കം കിട്ടില്ല എന്ന് പറഞ്ഞ് അമ്മ നൈനേനെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന്. അമ്മ ഇടയ്ക്കൊക്കെ കരൾ കൊടുത്ത പെൺകുട്ടിയെ തിരക്കിയിരുന്നല്ലോ, ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കരൾ കൊടുത്ത പെൺകുട്ടിയെ തിരക്കുന്നൊന്നുമില്ലല്ലോ, നമ്മൾ അമ്മയുടെ പെരുമാറ്റം എല്ലാം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ജയനാണെങ്കിൽ ആ സംശയമൊക്കെ ഉണ്ട്. അപ്പോൾ ദേവയാനി നൈനയെ വീട്ടിലേക്ക് പോയ സമയത്ത് ഉറക്കമില്ലാതെ നടക്കുകയായിരുന്നു. അപ്പോൾ ആദർശിന് ഉറക്കം കിട്ടില്ല എന്ന് പറഞ്ഞാണ് ദേവയാനി നൈനയെ പോയി വിളിക്കാൻ പോയത്. പക്ഷേ ജയൻ പറയുകയാണ് നൈനമോൾ പോയതിന് ശേഷം ദേവയാനിയാണ് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്നതെന്ന്. അപ്പോൾ അതിലൊക്കെ ഒരു സംശയം ഉണ്ടെന്നിങ്ങനെ പറയുകയാണ്. വെറുക്കുന്ന മരുമകൾക്ക് അമ്മ ഒരിക്കലും ഭക്ഷണമൊന്നും വിളമ്പി കൊടുക്കത്തില്ല, ഇപ്പോൾ നൈനേനെ അടുക്കളയിലും കയറ്റുന്നില്ല.
നമുക്കതിലെല്ലാം സംശയിക്കേണ്ടിയിരിക്കുമെന്ന് ഇങ്ങനെ ആദർശ് പറയുമ്പോൾ ജയൻ പറയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നൈന മോള് നിൻ്റെ അടുത്ത് പറയാതെ ഇരിക്കില്ലല്ലോ എന്ന്. ഇത് ആദർശ് പറയുകയാണ് അതാണ് എൻ്റെ സംശയം, പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലൊരു സംശയം തോന്നിയ സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകുമ്പോൾ ഇപ്പോൾ തിരിഞ്ഞ് നിന്നിട്ട് ആദർശ് ജയനോട് പറയണേ എല്ലാ കാര്യവും നൈനയുടെ അടുത്ത് സംസാരിക്കാൻ എനിക്കൊരു രഹസ്യവുമില്ല. നൈന എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആദർശിൻ്റെ മനസ്സിൽ ഇപ്പോഴും നൈന എല്ലാ കാര്യങ്ങളും ആദർശിൻ്റെ അടുത്ത് തുറന്ന് പറയും എന്നുള്ള വിശ്വാസമാണ് ആദർശിനുള്ളത്. പക്ഷേ നൈനയാണെങ്കിൽ ഇപ്പോൾ ദേവയാനിയുടെ കൂട്ടുപിടിച്ച് ആദർശിൻ്റെ അടുത്ത് നിന്ന് ആ രഹസ്യം മറച്ചു വെച്ചിരിക്കുന്നല്ലോ. നൈന ആദർശിനെ പറ്റിക്കുകയാണെന്ന് ആദർശ് അറിയുകയാണെങ്കിൽ ആദർശിന് അത് വലിയ സങ്കടം തന്നെ ആയിത്തീരും എന്ന് ദേവയാനിയെ നൈനയാണ് കാണിക്കുന്നത്. നൈനയെ ദേവയാനി ഫോണിൽ വിളിക്കുകയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ദേവയാനി ഫോൺ ചെയ്യുന്നത്. അച്ഛനമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് മോളടുത്ത് എനിക്ക് പറയണമെന്ന് തോന്നി, നേരിട്ട് പറയേണ്ട കാര്യമാണ്, അത് പറ്റാത്തത് കൊണ്ടാണ് മോളെ ഇപ്പം തന്നെ ഞാൻ ഫോൺ വിളിച്ചത്. അതുകൊണ്ട് മോൾ അറിയണം, അനിയുടെ കാര്യമാണ് അവർ സംസാരിച്ചത്. അതുകൊണ്ട് മോൾ നന്ദുവിനെ ഒന്ന് ഉപദേശിക്കണം, അത് മാത്രവുമല്ല അനിയും കൂടി ഒന്ന് ഉപദേശിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ദേവയാനിയെ നയനയെ വിളിച്ചിരുന്നത്. ഇനി നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നന്ദു കുറച്ച് അകലം പാലിച്ച് ആ സ്നേഹത്തിന് മാറ്റം വരും എന്നൊക്കെയാണ് ദേവയാനി നയനയുടെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് മോളും നന്ദുവിനെയും അനിയൊക്കെ കുറച്ച് ഉപദേശിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ദേവയാനി വിളിച്ചത് നയനയെ. അപ്പോൾ ശരി എന്നൊക്കെ പറയണം. അപ്പോൾ ആദർശ് വരികയാണ്. വരുന്നത് കാണുമ്പോൾ ആദർശേട്ടൻ വന്നു, ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറയുകയാണ് നയന. ഫോണ് കട്ട് ചെയ്യണേ. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് നിന്നെ ആരാ വിളിച്ചതെന്ന്. അപ്പോൾ നയന പറയായിരുന്നു അത് വീട്ടിൽ നിന്ന് വിളിച്ചതിന് നന്ദു ട്രെയിനിങ് ക്യാമ്പിനൊക്കെ പോവുകയല്ലേ 2 ദിവസം കഴിഞ്ഞ്, അതൊക്കെ പറയാൻ വേണ്ടി വീട്ടിൽ നിന്ന് വിളിച്ചാണെന്ന് പറയുകയാണേ. ഇങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ആദർശാണെങ്കിൽ നയനയുടെ ഇതൊക്കെ രീതികളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ആദർശ് നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്കെന്താ ഭയങ്കര ടെൻഷൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയണേ എനിക്കൊരു ടെൻഷനും ഇല്ല എന്ന്. അതിന് ശേഷം നയന ആദർശിൻ്റെ അടുത്ത് പറയണേ ആദർശമായിട്ട് അനീനെ ഒന്ന് ഉപദേശിക്കണം എന്ന്. അതാന്ന് ആദർശ് ചോദിക്കുകയാണ്. അതിന് കാരണം നന്ദു ആണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയാണ് അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ നന്ദുവിനെ അനിയെ ഉപദേശിക്കാൻ പറ്റിയ ആൾ നീ തന്നെയാണ്, എന്നെക്കാളും കൂടുതൽ ഇഷ്ടം നിൻ്റെ അടുത്താണല്ലോ, അതുകൊണ്ട് രണ്ടുപേരുടെയും നീ തന്നെ ഉപദേശിച്ച് മനസ്സിലാക്കിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയണം എല്ലാവരും ഇങ്ങനെ ഒഴിഞ്ഞു മാറിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഒറ്റയ്ക്ക് എന്താ ചെയ്യാമെന്നിങ്ങനെ ആദർശിനോട് നയന പറയുമ്പോൾ ആദർശ് ചോദിക്കുകയാണ് നിന്നെ ആരാ ഈ കാര്യം വിളിച്ചറിയിച്ചതെന്ന്. അപ്പോൾ നയന പറയുകയാണ് വീട്ടിലുള്ളവർക്കെല്ലാം ചെറിയ സംശയം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഉള്ളവർ തന്നെയാണ് ഈ കാര്യം പറഞ്ഞതെന്ന്. ആദർശിന് മനസ്സിലാവണേ നയന ഒരുപാട് കാര്യങ്ങൾ ആദർശിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആദർശ് പറയണം എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന ചോദിക്കുകയാണ് അതെന്താ ആദർശേട്ടാന്ന്. എന്തായാലും നീ അറിയേണ്ട സമയത്ത് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ആദർശ് പോകുന്ന സമയത്ത് നയന ചോദിക്കുകയാണ് ആദർശേട്ടൻ എന്താ സസ്പെൻസ് ഇടുകയാണ് എന്ന്. ഞാനും കുറച്ച് സസ്പെൻസ് ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് പോവുകയാണ്. നയന ഒറ്റയ്ക്ക് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്ത് കാര്യമൊന്നും അറിയാതെ. അതിന് ശേഷം നന്ദുവിനെയും ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത്. അവർ അനിയുടെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആണെങ്കിൽ ഇപ്പോഴും ഭയങ്കര സങ്കടമാണല്ലോ, അതൊക്കെ അനിയുടെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അനിയുടെ കാര്യങ്ങൾ അനി ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവരിങ്ങനെ അനിയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനി അങ്ങോട്ട് വരികയാണ്. അനിയെ കാണുമ്പോൾ അനി ഇതാ വന്നോന്ന് പറയുകയാണ്. എന്നിട്ട് അനിയെ കാണുമ്പോൾ അവർ ഫ്രണ്ട്സൊക്കെ മാറിക്കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണുമല്ലോ, നന്ദു ഇനിയിപ്പോൾ ട്രെയിനിങ് ക്യാമ്പിലേക്കൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് മാറിക്കൊടുക്കുകയാണ്. നന്ദു അനിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദു പറയുകയാണ് ഇനി നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. വീട്ടിൽ വന്ന സമയത്ത് ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് തന്നെയാണ് സംസാരിച്ചിരുന്നത്, നമ്മൾ തമ്മിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കണമെന്ന്. അപ്പോൾ അനി ആത്മഹത്യ ഭീഷണി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അനിയുമായിട്ട് അടുത്തതെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോഴും അടുക്കില്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവുകയാണ്. നന്ദു ഇങ്ങനെ പറഞ്ഞത് എൻ്റെ പേരും പറഞ്ഞാണല്ലോ അനാമികയും അനിയും തമ്മിൽ പിണങ്ങുന്നത്, അപ്പോൾ നമ്മൾ തമ്മിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കിയാൽ അതിനിപ്പോൾ അങ്ങനെ ഒരു പിണക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ലല്ലോ എന്നൊക്കെയാണ് നന്ദു പറയുന്നത്. ഇനി പറയുകയാണ് നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കിയിട്ടും കാര്യമില്ല, ഞാനും അവളുമായിട്ട് ഒരു ബന്ധമില്ല, ഞാനും അവളുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല എന്ന്. എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാനും വിവാഹം കഴിച്ചതിന് ശേഷം അങ്ങനെ തന്നെയാണ്, ഇനി നമ്മൾ എന്നാണ് തമ്മിൽ കാണുന്നതെന്നൊക്കെ നന്ദുവിൻ്റെ അടുത്ത് അനി ചോദിക്കുകയാണേ. ട്രെയിനിങ് ക്യാമ്പിന് പോകുന്നതിന് മുമ്പ് നിന്നെ എന്നും കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നന്ദു പറയാണ് ഇനി നമുക്ക് ആ സംസാരം അങ്ങ് വിടാമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സംസാരിക്കാമെന്നിങ്ങനെ പറയണം. അപ്പോൾ അനി പറയണേ നീ ട്രെയിനിങ് ക്യാമ്പിന് പോകുന്നതിന് മുമ്പ് കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് വേണുവാണെങ്കിൽ കാറിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നേ. മനസ്സിലോർക്കുകയാണ് എൻ്റെ മോള് പറഞ്ഞ് എത്ര ശരിയാണ്, എപ്പോഴും പുറത്തിറങ്ങിയാൽ ഇവർ രണ്ടുപേരെയാണല്ലോ കാണുന്നത്, എന്തായാലും എൻ്റെ മോൾക്ക് ഇനി ഇവനെ വേണ്ട എന്ന്. അന്തപുരിയിലെ സ്വത്തുക്കൾ അടിച്ചെടുക്കുന്നവരെങ്കിലും ഇവൻ്റെ ഭാര്യയായിട്ട് ഇരുന്നാൽ മതി, അത് കഴിഞ്ഞ് എൻ്റെ മോൾക്ക് ഇവനെ വേണ്ട എന്നൊക്കെയാണ് വേണു മനസ്സിൽ ഓർമ്മിക്കുന്നത്.
എന്നിട്ട് വേണു അവിടെ നിന്ന് പോവുകയാണ്. അതിന് ശേഷം അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ ട്രെയിനിങ് ക്യാമ്പിന് പോയതിന് ശേഷം എന്നെ ഒന്ന് വിളിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അനി. നന്ദു പറയാണ്, വിളിക്കാതെ ഇരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിളിക്കുമോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം അനി പറയുകയാണ്, നീ വിളിച്ചില്ലെങ്കിൽ ആ സമയം ഞാൻ നേരെ അവിടെ എത്തുമെന്ന് പറയുകയാണ്. എനിക്ക് ട്രെയിനിങ് ക്യാമ്പൊന്നും വിഷയമല്ല എന്നിങ്ങനെ അനി പറയുകയാണ്. നീ ആഗ്രഹിച്ച ജോലിയിൽ എത്തിയിട്ട് വേണം നമുക്കൊരു നല്ലൊരു തീരുമാനം എടുക്കാനെന്ന് അനി പറയുകയാണ്. എന്ത് തീരുമാനമെന്ന് നന്ദു ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയുകയാണ്, അതൊക്കെ ഞാൻ പിന്നീട് പറയാമെന്ന്. അപ്പം നന്ദുവിന് എന്ത് തീരുമാനമെന്ന് അറിയാതെ ഭയങ്കര ടെൻഷനാണ്. അതിന് ശേഷം പിന്നീട് നയനയാണ് കാണിക്കുന്നത്. നയന ഡിസൈനൊക്കെ വരയ്ക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനാമികയാണെങ്കിൽ അവിടെ നിന്ന് പിറുപിറുക്കുകയാണ്. അനാമികയ്ക്കാണെങ്കിൽ നയന ഇരുന്ന് ഡിസൈൻ വരയ്ക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നയന ഇത് കാണുമ്പോൾ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക നന്ദുവിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നിൻ്റെ അച്ഛനും അമ്മയും ഒരുത്തിനെ വളർത്തുന്നുണ്ടല്ലോ, വെച്ചിരിക്കുന്നതിൽ എല്ലാവരെയും വളർത്തിയതുപോലെയല്ലല്ലോ അവളെ വളർത്തി വെച്ചിരിക്കുന്ന കളരിക്കും കരോട്ടയ്ക്കും. അവളെ കൂട്ടുകൂടിയതും ആണുങ്ങളും തമ്മിലും ആണല്ലോ എന്ന്. പിന്നീട് അനാമികയുടെ അച്ഛനും അമ്മയും വീട്ടിൽ കയറി തല്ലിയല്ലോ, അതിനെക്കുറിച്ചൊക്കെ അനാമിക പറയുന്നുണ്ടായിരുന്നേ. അച്ഛനെയും അമ്മയും തല്ലിയ നന്ദു തന്നെയാണോ നിനക്ക് ഉറപ്പുണ്ടോ എന്ന് അനാമികയോട് നയന ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് നന്ദു തന്നെയാണ് എന്ന്. അപ്പോൾ നയന ചോദിക്കുക, എന്താ നിങ്ങൾ പിന്നെ കേസ് കൊടുക്കാത്തതെന്ന്. അനാമിക പറയുന്നുണ്ടായിരുന്നു, കേസ് കൊടുക്കാത്ത ഇനിയൊരു പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ കേസ് കൊടുക്കാതെ ഇരുന്നത്. എൻ്റെ വീട്ടിൽ മാത്രം ഒതുങ്ങില്ല, ഈ തറവാട്ടിലെത്തും, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ കേസ് കൊടുക്കാതെ ഇരുന്നത് എന്ന്. നയന പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ കേസ് ഒഴിവാക്കി, അല്ലെങ്കിൽ ഇവിടെ നടന്ന പല കാര്യങ്ങളും പുറത്തു വന്നേനെ. ആദർശേട്ടൻ്റെ അമ്മ നിനക്കൊരു നെക്ലേസ് തന്നു, അത് മോഷണം പോയി. പിന്നെ ആദർശേട്ടൻ്റെ അമ്മ പാല് കുടിച്ചല്ലോ, അതിൽ വിഷം കളിക്കിയത്, അത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് തെളിഞ്ഞേനെ എന്നിങ്ങനെ നയന പറയുകയാണ്. നയന പറയുമ്പോൾ അനാമികയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ അനാമികയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.